സൂപ്പർ ലീഗ് കേരള കണ്ണൂരിലെ ആവേശപ്പോര് സമനിലയിലായിപ്പോയി. പക്ഷേ കണ്ണൂരിൽ ഇന്ന് നമ്മൾ കണ്ടത് കാണികളുടെ പങ്കാളിത്തം കൊണ്ട് തന്നെ സൂപ്പർ ലീഗിനെ ഇരു കൈയും നീട്ടി സ്വീകരിക്കുന്നതാണ്. കളി കാണാൻ ഒരുപാട് ആളുകൾ എത്തിയിരുന്നു. ഇന്ത്യൻ ഫുട്ബോളിനെ തന്നെ അഭിമാനമായ ആളുകൾ പോലും നമുക്കൊപ്പം കളി കാണാൻ എന്നുണ്ടായിരുന്നു. എനിക്കൊപ്പം ഇന്ത്യൻ വനിതാ ടീമിൻ്റെ അസിസ്റ്റന്റ് കോച്ച്, ഇന്ത്യൻ അണ്ടർ 17 ടീമിൻ്റെ ഹെഡ് കോച്ച് ഡോക്ടർ പ്രിയ പി വി ചേരുകയാണ്. മാഡം, കണ്ണൂരാണല്ലോ നാട്. കണ്ണൂർ ഇങ്ങനെ ഒരു കളി വരുമ്പോൾ വല്ലാത്ത ആവേശമുണ്ടല്ലോ. തീർച്ചയായിട്ടും വളരെ വർഷങ്ങൾക്ക് ശേഷമാണ് ഇപ്പം നമ്മൾക്ക് കണ്ണൂരുകാർക്ക് ഇങ്ങനെ ഒരു അവസരം ലഭിച്ചത്. അത് പറഞ്ഞറിയിക്കാൻ വയ്യ. കാരണം ഈ ഒരു സ്റ്റേഡിയം ഉറങ്ങിക്കിടക്കുകയായിരുന്നു. അപ്പോൾ ഇതിനെ ഒന്ന് ഉണർത്താൻ വേണ്ടിയിട്ട് ഇങ്ങനെ സൂപ്പർ ലീഗ് എന്ന് പറഞ്ഞ സൂപ്പർ ലീഗ് കേരള എന്ന് പറയുന്ന ഒരു ലീഗ് ടൂർണമെൻറ്റ് കണ്ടക്ട് ചെയ്ത് അതിൻ്റെ സംഘാടകർക്ക് ആ ഒരു ആശയം ഉയർന്നു വന്ന അതിലേക്ക് നമ്മൾ വളരെയധികം അപ്രീഷിയേറ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അത് നമ്മളെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം, ഇപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ISLനെ എങ്ങനെ വരവേറ്റു, അതിൻ്റെ ഒരു എഫക്റ്റ് നമ്മൾക്ക് ഇന്ത്യയിൽ ഒട്ടുമുക്ക ഇടങ്ങളിൽ ഉണ്ടായിട്ട്, ഈവൻ ഗ്രാമങ്ങളിൽ പോലും ഉണ്ടായിട്ടുണ്ട്. അതേപോലെയുള്ള ഒരു എഫക്റ്റ് തന്നെയായിരിക്കും സൂപ്പർ ലീഗ് കേരള നമുക്ക് തരുന്നത്. ഇപ്പോൾ കണ്ണൂരുകാരനായ ഒരു താരം ഗോളടിക്കുന്നു, 23 വയസ്സിന് താഴെയുള്ള ഒരു താരം. മറുവശത്ത് മികച്ച പ്രകടനം കാഴ്ചവെച്ച അഫ്സൽ, നവീൻ കൃഷ്ണയെ പോലുള്ള അണ്ടർ 23 താരങ്ങൾ വിദേശ താരങ്ങൾക്കൊപ്പം പന്ത് തട്ടുന്നു. അപ്പം നമ്മുടെ കുട്ടികൾ വലിയ സ്വപ്നങ്ങൾ കാണാൻ അവർക്ക് ഒരു താങ്ങാവുന്നത് ഈ മൈതാനമാണ്. അപ്പം ഒരു വലിയ മാറ്റം SLK കൊണ്ടുവരുന്നുണ്ട്. തീർച്ചയായും അണ്ടർ 23 5 പ്ലെയേഴ്സിന് അതിൽ കമ്പൽസറി വെച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ മറ്റ് സഹതാരങ്ങളോടൊപ്പം അതുപോലെ തന്നെ വിദേശ കോച്ചുമാരുടെ ഒരു ട്രെയിനിങ് കൂടെ കിട്ടുക, വളരെ അധികം എക്സ്പീരിയൻസ് ആയ കോച്ചസ്, അതുപോലെ സ്റ്റാഫ്, അതുപോലെ ഈ ഒരു ഉയർന്നു വരുന്ന താരങ്ങളെ പ്രൊമോട്ട് ചെയ്യുന്നത് കൂടെ ഈ സൂപ്പർ ലീഗ് കേരളയിൽ ഉൾപ്പെടുത്തിയത് വളരെ നല്ലൊരു ആശയമാണ്. അപ്പോൾ നമ്മൾ ഇന്ത്യൻ ഫുട്ബോളിനെ കുറിച്ച് പറയുമ്പോഴേ നമ്മൾ എവിടെ എത്തിയില്ല എന്ന് പലപ്പോഴും സങ്കടം തോന്നും. പക്ഷെ നമ്മുടെ വനിതാ ടീമുണ്ടല്ലോ, നമ്മുടെ വനിതാ ടീം ഏഷ്യൻ കപ്പിനുള്ള യോഗ്യത നമ്മുടെ സീനിയർ ടീം നേടിയിട്ടുണ്ട്, അണ്ടർ 23 17 ടീം നേടിയിട്ടുണ്ട്. അപ്പോൾ നമ്മളെ പുറകിലല്ല നമ്മുടെ പെൺകുട്ടികൾ. അപ്പോൾ നമ്മുടെ പെൺകുട്ടികളുടെ ഒരു പുതിയ എന്താ പറയുക തലമുറ നമ്മുടെ ഫുട്ബോൾ ടീമിൻ്റെ അവരുടെ മുന്നോട്ടുള്ള പോക്ക് എങ്ങനെയാണ്? ഇപ്പോൾ യോഗ്യത ഉറപ്പിച്ചതിന് ശേഷം നമ്മൾ അടുത്ത ലക്ഷ്യം എന്താണ്? പറഞ്ഞത് വളരെയധികം ശരിയാണ്. ഇപ്പം വുമൺ ഇന്ത്യൻ ടീം എടുത്തു നോക്കുകയാണെങ്കിൽ നമ്മളുടെ ഉയർന്നു വരുന്ന താരങ്ങൾ അണ്ടർ 17 ആൻഡ് അണ്ടർ 20 ആൻഡ് സീനിയർ കാറ്റഗറി 3 കാറ്റഗറിയും ഇപ്പോൾ AFC ക്വാളിഫൈ ചെയ്തിരിക്കുകയാണ്. ഏഷ്യൻ ഫുട്ബോൾ കോൺഫെഡറേഷൻ്റെ ഏഷ്യൻ കപ്പ് കളിക്കാനുള്ള യോഗ്യത നേടിയിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ അടുത്ത ഒരു ഇത് എന്ന് പറയുന്നത് ഇപ്പോൾ ഈ വരുന്ന നവംബർ വിൻഡോ എല്ലാ കാറ്റഗറിയിലും കളികൾ നടക്കാൻ പോവുകയാണ്. ഇപ്പം ഈ സീനിയർ ടീം ഇപ്പം നമ്മൾ 10-ാം തീയതി കൽക്കത്തയിൽ ക്യാമ്പ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അതുപോലെ നോർത്ത് മെസഡോണിയയിലാണ് നമ്മൾക്ക് കളിയുള്ളത്. അതുപോലെ എല്ലാ ഏജ് ഗ്രൂപ്പിനും കളികൾ നടക്കുകയാണ്. നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകട്ടെ എന്ന് തന്നെ ആശംസിക്കുന്നു. ഇത് വിമൺ ടീം ഇപ്പോൾ ഇത്രയും ഒരു ഉയർന്നു വരാനുണ്ടായ ഒരു കാരണം ഞാൻ ഒരിക്കലും ഒരു കേരള ഫുട്ബോൾ അസോസിയേഷനിലേക്കോ അല്ലെങ്കിൽ ഓൾ ഇന്ത്യ ഫുട്ബോൾ അസോസിയേഷനിലേക്കും മാത്രം പറയുകയില്ല. ക്ലബ്ബുകളാണ് അതിനുള്ള ഒരു മുഖ്യ കാരണം. അത് എന്ന് വെച്ചാൽ ലീഗ് ടൂർണമെൻറ്റുകൾ എല്ലാ ജില്ലകളിലും ലീഗ് ടൂർണമെൻറ്റുകൾ നടക്കുന്നു, എല്ലാ സ്റ്റേറ്റുകളിലും നടക്കുന്നു. അതുകൊണ്ട് തന്നെ IWL വന്നു, അതുപോലെ IWL 2 വന്നു. അതുകൊണ്ട് അതിൻ്റേതായൊരു മാറ്റമാണ് വുമൺ ടീമിന് ഇന്ന് ഇന്ത്യയിലുള്ളത്. നമ്മുടെ കേരളത്തിലും അങ്ങനെ ഒരു KWL നമ്മൾ സ്വപ്നം കണ്ടാലും അതിനെ ഇതാക്കേണ്ടതില്ലല്ലോ. അത് കുറച്ചുകൂടി നമ്മളിപ്പോൾ സൂപ്പർ ലീഗ് നടക്കുന്നത് പോലെ വളരെ സജീവമായി അവർക്ക് കുറെ കൂടി ഈ പറയുന്ന ഫ്ലഡ് ലിറ്റ് ആണെങ്കിലും കുറെ കൂടി കാണികളുടെ മുന്നിലേക്കാണ് കുറെ കൂടി പ്രൊഫഷണലായി അതിനെ കൊണ്ടുവരാൻ പറ്റുന്ന ലീഗുകൾ വരേണ്ടതും അനിവാര്യമാണ്. തീർച്ചയായിട്ടും അങ്ങനെ KWL ഒന്നുകൂടെ വിപുലമായ രീതിയിൽ നടത്തുക, പ്ലെയേഴ്സിനെ ആകർഷിക്കുക ഇതിലേക്ക്. അതിൻ്റേതായ ബെനിഫിറ്റ് എന്ത് തന്നെ ആയാലും പെൺകുട്ടികളെ ഫുട്ബോളിലേക്ക് വിടുന്നത് കൊണ്ട് ഒരു മാതാപിതാക്കൾക്കും ഒരു പ്രശ്നവും ഉണ്ടാവില്ല. അവർ ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും, ബിഹേവ് ചെയ്യാൻ പഠിക്കും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയാൽ നമ്മളെ പുതുതലമുറ നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റും. മൈതാനത്തിൻ്റെ പച്ചപ്പ് കാണുമ്പോൾ വല്ലാത്ത സന്തോഷമുണ്ടല്ലേ? തീർച്ചയായും ഞാൻ ആദ്യമായി ഫുട്ബോൾ തട്ടിയ ഒരു മൈതാനമാണ്. അന്ന് ഇവിടെ നാഷണൽ ലീഗ് കളിച്ച കെൽട്രോൺ പ്രാക്ടീസ് ചെയ്യും. അപ്പോൾ നമ്മളൊക്കെ അന്ന് ഒരു കെൽട്രോണിൻ്റെ പ്രാക്ടീസുകളെല്ലാം കോപ്പി അടിച്ച് പലതും ചെയ്യലായിരുന്നു. അപ്പോൾ വളരെയധികം സന്തോഷം. നല്ല രീതിയിൽ കോർപ്പറേഷൻ ആയാലും അല്ലെങ്കിൽ ഇവിടുത്തെ ലോക്കൽ കമ്മിറ്റികളായാലും എല്ലാവരും വളരെയധികം സഹകരിച്ചിട്ടുണ്ട്. നല്ല രീതിയിൽ നടക്കട്ടെ ഈ സൂപ്പർ ലീഗ് കേരള.
മുന്നോട്ട് പോകട്ടെ എന്ന് ആശംസിക്കുന്നു. കണ്ണൂരിലെ മൈതാനം നല്ല പച്ചപ്പായിരുന്നു, ഇടയ്ക്കൊന്ന് അത് ചരല് മാത്രമായി. വീണ്ടും നമ്മൾ ആ പച്ചപ്പിലേക്ക് തിരികെ എത്തിയാണ്. പച്ചപ്പിലേക്ക് തന്നെയാണ് നമ്മുടെ ഫുട്ബോളും പോകുന്നത്. സൂപ്പർ ലീഗ് കേരള, ഒപ്പം തന്നെ നമുക്ക് അഭിമാനിക്കാൻ പറ്റുന്ന നമ്മുടെ പെൺകുട്ടികളുടെ ഇന്ത്യൻ ടീമിന്റെ പോരാട്ടം, അതൊക്കെ നമ്മൾ ഈ സമയത്ത് ഓർക്കേണ്ടത് തന്നെയാണ്. ഷാനു ഞെട്ടിക്കുളത്തിനൊപ്പം മഹേഷ് പോലൂർ, മീഡിയ 1.